നമസ്കാരം. കണ്ണൂർ രാമന്തളിയിൽ കുട്ടികളെ കൊലപ്പെടുത്തി യുവാവും അമ്മയും ജീവനൊടുക്കിയ സംഭവത്തിൽ നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്ന് കുട്ടികളുടെ അമ്മയായ യുവതി പ്രതികരിച്ചു. കുട്ടികളെ നഷ്ടപ്പെട്ട വേദനയ്ക്കൊപ്പം സമൂഹ മാധ്യമങ്ങളിലൂടെയും ബന്ധുക്കളുടെയും രൂക്ഷമായ വിമർശനങ്ങളും സൈബർ ആക്രമണങ്ങളും നേരിടേണ്ടി വന്ന സാഹചര്യത്തിലാണ് 27-കാരി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. കുട്ടികളെ അമ്മയ്ക്ക് കൈമാറണമെന്ന കോടതി ഉത്തരവിന് പിന്നാലെയാണ് ഭർത്താവും ഭർത്തൃമാതാവും കുട്ടികളെ കൊലപ്പെടുത്തി ജീവനൊടുക്കിയത്. ഇതിനുശേഷം സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങളാണ് ദുരന്തത്തിന് കാരണമെന്ന തരത്തിലുള്ള ആരോപണങ്ങളും കുട്ടികളുടെ താൽപര്യം പരിഗണിക്കാതെ ഉണ്ടായ കോടതിയുടെ ഇടപെടലിനെതിരായ വിമർശനങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായി ഉയർന്നു. ഇതിനിടെയാണ് യുവതി താൻ നേരിട്ട ഗാർഹിക പീഡനങ്ങൾ, നിയമ നടപടികളിൽ അനുഭവിച്ച നീതി നിഷേധം, സംഭവത്തിന് ശേഷം തുടരുന്ന മാനസിക സമ്മർദ്ദവും സൈബർ ആക്രമണങ്ങളെക്കുറിച്ചും തുറന്നു പറയുന്നത്. സംഭവത്തിൽ സത്യാവസ്ഥ പുറത്തു വരണമെന്നും നിയമപരമായ പോരാട്ടം തുടരുമെന്നുമാണ് യുവതിയുടെ പ്രതികരണം. 2018-ൽ 20-ാം വയസ്സിലാണ് യുവതിയുടെ വിവാഹം കലാധാരണമായി നടക്കുന്നത്. ദമ്പതികൾക്കിടയിൽ 10 വയസ്സിന്റെ പ്രായ വ്യത്യാസമുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തന്നെ ഗുരുതരമായ ഗാർഹിക പീഡനം യുവതിക്ക് നേരിടേണ്ടി വരികയായിരുന്നു. പക്വതയില്ലെന്നും മാനസിക പ്രശ്നങ്ങളുണ്ടെന്നുമായിരുന്നു ഭർത്തൃ വീട്ടുകാർ നിരന്തരം യുവതിയെക്കുറിച്ച് പറഞ്ഞു പരത്തിയത്. ഭർത്താവ് അടക്കം വീട്ടിലെ സകല ആളുകളും വഴിയടക്കം ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്നും യുവതി വിശദമാക്കുന്നുണ്ട്. ഭർത്താവ് അടക്കം വീട്ടിലെ സകല ആളുകളും വടിയടക്കം ഉപയോഗിച്ച് മർദ്ദിക്കുമായിരുന്നുവെന്നും യുവതി വിശദമാക്കുന്നുണ്ട്. ഗർഭിണിയായിരിക്കുന്ന സമയത്തും മർദ്ദനവും പട്ടിണിക്കിടലും പതിവായിരുന്നു. ഈ സമയത്താണ് കലാധരന്റെ കുടുംബത്തിനായി വഴക്കിട്ട് ആദ്യമായി യുവതി തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് എത്തിയത്. മകളുടെ ജനനത്തിനു ശേഷം കാര്യങ്ങൾ കൂടുതൽ മോശമായി. കലാധരന്റെ കാറ്ററിംഗ് ജോലിക്ക് സഹായിക്കാതിരിക്കാൻ മക്കളെ കാരണമായി ഉപയോഗിക്കുന്നുവെന്ന് ആരോപിച്ചാണ് കലാധരന്റെ അമ്മ ഉഷ 3 മാസം പ്രായമുള്ള മക്കളെ തന്റെ പക്കൽ നിന്ന് എടുത്തുകൊണ്ടു പോവുകയായിരുന്നുവെന്നും യുവതി ആരോപിക്കുന്നുണ്ട്. കുഞ്ഞിന് പാൽ നൽകാൻ പോലും തനിക്ക് അനുവാദമുണ്ടായിരുന്നില്ല. രാവും പകലും കലാധരനൊപ്പം ജോലി ചെയ്താലും കുഞ്ഞിനെ ഉറക്കുവാനോ കുളിപ്പിക്കുവാനോ ഭർത്തൃ വീട്ടുകാർ അനുവദിച്ചിരുന്നില്ല എന്നും ഈ യുവതി വിശദമാക്കുന്നുണ്ട്. കുട്ടികളെ ഭർത്താവിന്റെ മാതാപിതാക്കൾക്കൊപ്പം കിടത്തി ഉറക്കാൻ കലാധരനും കൂട്ടുനിന്നതോടെ തനിക്കൊന്നും ചെയ്യാനാകുന്നില്ലെന്നും യുവതി വിശദമാക്കുന്നുണ്ട്. മകളെ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ പോലും ഒപ്പം പോകുവാൻ തന്നെ അനുവദിച്ചിരുന്നില്ല. യുവതിക്ക് മാനസിക തകരാറുണ്ടെന്ന് പ്രചരിപ്പിക്കുവാനും ഭർത്തൃ വീട്ടുകാർക്ക് സാധിച്ചിരുന്നു. പീഡനങ്ങൾ അസഹ്യമായതോടെ യുവതി വീണ്ടും തിരികെ സ്വന്തം വീട്ടിലേക്കെത്തി. എന്നാൽ തിരിച്ചെത്താൻ കലാധരൻ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. 2022-ൽ വീട്ടുകാരുടെ അനുവാദമില്ലാതെ യുവതി തിരികെ വീണ്ടും കലാധരനൊപ്പം പോയി. ഇതിനുശേഷം യുവതിക്ക് സ്വന്തം കുടുംബവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഏപ്രിൽ മാസത്തിൽ യുവതിയുടെ മകൾ ആശുപത്രിയിലായപ്പോഴാണ് യുവതിയെ സ്വന്തം വീട്ടുകാർ വീണ്ടും കാണുന്നത്. കുഞ്ഞിന്റെ ശരീരത്തിലെ ചില പാടുകൾ എങ്ങനെ വന്നുവെന്ന് യുവതി ചോദ്യം ചെയ്തപ്പോഴേക്കും മരുമകൾക്ക് മാനസിക വെല്ലുവിളിയുണ്ടെന്ന വിവരം ഭർത്തൃ വീട്ടുകാർ അയൽവാസികളെയും ബന്ധുക്കളെയും ധരിപ്പിക്കുകയായിരുന്നു. 2025 മാർച്ച് മാസത്തിൽ കലാധരന്റെ അമ്മ ഇളയ മകന്റെ കുഞ്ഞിനെ നോക്കുവാനായി വിദേശത്ത് പോയിരുന്നു. ആ സമയത്താണ് സ്വന്തം കുട്ടികളെ നോക്കാൻ യുവതിക്ക് അനുവാദം കിട്ടിയത്. മാർച്ച് മാസത്തിൽ മകളെ കുളിപ്പിക്കുമ്പോഴാണ് സ്വകാര്യ ഭാഗത്തെ നീറ്റലിനെ കുറിച്ച് കുഞ്ഞ് പരാതിപ്പെട്ടത്. സംഭവം തുടർന്നതോടെ യുവതി മകളുമായി വിശദമായി സംസാരിച്ചു. അപ്പോഴാണ് രാത്രി മുത്തച്ഛനിൽ നിന്ന് മകൾക്ക് മോശം അനുഭവം നേരിട്ടതിനെ കുറിച്ച് യുവതി തിരിച്ചറിയുന്നത്. ബന്ധുക്കളോട് അടുപ്പമില്ലാതിരുന്നതിനാൽ വിവരങ്ങൾ ആരെ അറിയിക്കുമെന്ന് യുവതിക്ക് ധാരണയുണ്ടായിരുന്നില്ല. എന്നാൽ ചെറുമകൾ അമ്മയുടെ ദുരനുഭവം വ്യക്തമാക്കിയെന്ന് മനസ്സിലായതോടെ കലാധരന്റെ പിതാവ് മരുമകൾ ഇല്ലാ കഥകൾ പറയുന്നതായി ബന്ധുക്കളെ വിശ്വസിപ്പിച്ചിരുന്നു. മാർച്ച് അവസാനത്തോടെ മകൾക്ക് തുടർച്ചയായി വയറുവേദനയും ഛർദിയും വന്നു. ഇതോടെ മക്കളുമായി ഭർത്തൃ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് യുവതി തീർച്ചയാക്കിയതാണ്. ഏപ്രിൽ 2-ന് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മക്കളെയും കൂട്ടി യുവതി നടന്ന് 2 കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിലെത്തി. ഇവിടെ നിന്ന് ഇവരെ സർക്കാർ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. ആശുപത്രിയിൽ വെച്ച് മകൾ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ഡോക്ടർമാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. യുവതിക്കെതിരായ പ്രചാരണത്തിലെ വാദങ്ങൾ തെറ്റെന്ന് ക്രൈംബ്രാഞ്ച് DYSP വ്യക്തമാക്കുന്നുണ്ട്. പോക്സോ വകുപ്പുകൾ ചേർത്തുള്ള FIR-ൽ കലാധരന്റെ പിതാവ് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടി. എന്നാൽ കുട്ടിയെ കാണുന്നതിൽ നിന്ന് കോടതി ഇയാളെ വിലക്കിയിരുന്നു. എന്നാൽ കുട്ടിയെ സ്വാധീനിക്കുവാൻ കലാധരന്റെ കുടുംബം ഏറെ ശ്രമിച്ചിരുന്നു. ഒടുവിൽ പെൺകുട്ടി പറഞ്ഞത് കള്ളമാണെന്ന് മാറ്റിപ്പറയുകയും ചെയ്തു. കുട്ടികൾക്ക് ജീവനാംശം നൽകാൻ കലാധരൻ ഒരുക്കമായിരുന്നില്ലെന്നാണ് യുവതിയുടെ അഭിഭാഷകൻ വിശദമാക്കുന്നത്. നിയമ പോരാട്ടത്തിനൊടുവിലാണ് ജീവനാംശം നൽകുവാൻ കലാധരൻ സമ്മതിച്ചത്. എന്നാൽ ഇത് 2 മാസം മാത്രമാണ് കലാധരൻ കൈമാറിയത്. കുട്ടികളെ എളുപ്പത്തിൽ സ്വാധീനിച്ച് തെറ്റായ കാര്യങ്ങൾ വിശ്വസിപ്പിക്കുന്നത് യുവതിയുടെ കേസിൽ ഭർത്തൃ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായത്
യുവതിയുടെ അഭിഭാഷകൻ വിശദമാക്കുന്നുണ്ട്. കേസിൽ നീതിക്കായുള്ള പോരാട്ടം തുടരുമെന്നും അഭിഭാഷകൻ KL ലാലൻ വ്യക്തമാക്കിയിട്ടുണ്ട്. യുവതിക്കെതിരായ പ്രചാരണത്തിലെ വാദങ്ങൾ അടിസ്ഥാനരഹിതമെന്നാണ് പോക്സോ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് DYSP കീർത്തി ബാബു വിശദമാക്കിയത്. കലാധരനോട് വൈകാരികമായി ഏറെ അടിമപ്പെട്ട സ്വഭാവമായതിനാൽ വർഷങ്ങളോളം യുവതി ഇത്തരം സംഭവങ്ങൾ സഹിച്ചുവെന്നാണ് മാനസികാരോഗ്യ വിദഗ്ധയും സാമൂഹ്യ പ്രവർത്തകയുമായ താനിയ K ലീലയും വിശദമാക്കിയത്. സ്വന്തം കുഞ്ഞിനെ അച്ഛനോ അമ്മയോ കൊലപ്പെടുത്തുന്ന സംഭവമൊക്കെ ഇതാദ്യമായിട്ടൊന്നുമല്ല നമ്മൾ കേൾക്കുന്നത്. ഓരോ സംഭവത്തിലും പ്രതികൾക്ക് പറയാൻ പല കാരണങ്ങളും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ കാരണങ്ങളൊക്കെ ഒരു ജീവനെ പൂപ്പറിച്ചു കളയുന്ന ലാഘവത്തോടെ ഇല്ലാതാക്കാൻ തക്ക ഗൗരവമുള്ളതാണോ? ഫിലിസൈഡ് എന്നൊരു മാനസികാവസ്ഥയെക്കുറിച്ച് അറിയണം. ഇതൊരു ലാറ്റിൻ വാക്കാണ്. മാതാവോ പിതാവോ മനഃപൂർവ്വമായി തങ്ങളുടെ മക്കളെ കൊലപ്പെടുത്തുന്ന പ്രവൃത്തിക്കാണ് ഫിലിസൈഡ് എന്ന് പറയുന്നത്. 18 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഫിലിസൈഡിൽ ഇരകളായി കണക്കാക്കുന്നത്. നിരവധി പഠനങ്ങളും ഗവേഷണങ്ങളും ഈ വിഷയത്തിൽ പലയിടങ്ങളിലായി നടന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ കൊന്നുകളയുന്ന സംഭവങ്ങൾ ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു രാജ്യമെന്ന നിലയ്ക്ക് അമേരിക്ക ഇതേക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഫിലിസൈഡ് എന്ന വാക്കും അതിന്റെ വിശദാംശങ്ങളുമൊന്നും ഇനി മുഖ്യധാരയിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. അതായത് ഇന്ത്യയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ നടക്കുന്നില്ലെന്നോ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലെന്നോ അല്ല, മറിച്ച് അവയെല്ലാം വ്യക്തിപരമായ കുറ്റം മാത്രമായി നമ്മൾ കണക്കാക്കി പോവുകയാണെന്ന് സാരം. കൃത്യമായും മാനസികവുമായ പ്രശ്നമാണ് ഫിലിസൈഡിലേക്ക് ഒരു വ്യക്തിയെ എത്തിക്കുന്നതെന്ന് മിക്ക പഠനങ്ങളും പറഞ്ഞു വെക്കുന്നുണ്ട്. ഏറ്റവും അപകടകരമായ ഒരു മാനസികാവസ്ഥയാണിത്. ഒരു മനുഷ്യന്റെ വികാസം മുതൽ തന്നെ അയാളെ മാനസികമായി നല്ല രീതിയിൽ ജീവിതത്തെ നേരിടുവാൻ പ്രാപ്തനാക്കുക എന്നല്ലാതെ ഇതിൽ മറ്റൊന്നും ചെയ്യാനില്ലെന്ന് വിദഗ്ധർ തന്നെ പറയുന്നുണ്ട്. പലപ്പോഴും ഒരു ദുരന്തം സംഭവിച്ച ശേഷം മാത്രമാണ് നമ്മൾ ഇതേക്കുറിച്ച് ചിന്തിക്കാറുള്ളത്. എന്നാൽ അപ്പോഴേക്കും ഒരു ജീവനെ നമ്മൾ നഷ്ടപ്പെടുത്തിയിരിക്കും. അതിനാൽ ഫിലിസൈഡിനെ കുറിച്ച് ആളുകൾക്കിടയിൽ കൃത്യമായ അവബോധം ഉണ്ടാക്കുകയാണ് വേണ്ടതെന്നും ഇവർ അഭിപ്രായപ്പെടുന്നുണ്ട്.